നമസ്കാരം, എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. ചിങ്ങം രാശിക്കാരെ, സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കില്ല. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ഫലങ്ങളിൽ വ്യക്തമായ വ്യത്യാസം കാണാം. പ്രത്യേകിച്ച് സെപ്റ്റംബർ 17-ന് ശേഷം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ കുറയുകയും തീരുമാനങ്ങൾ കൂടുതൽ അനുകൂലമായി മാറുകയും ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ആദ്യം പറയുന്ന ഫലങ്ങളേക്കാൾ പ്രധാനപ്പെട്ടതാണ് സെപ്റ്റംബർ 17-ന് ശേഷം സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. ജോലി, സാമ്പത്തികം, കുടുംബം, ദാമ്പത്യം, ബിസിനസ്, ഭാഗ്യം, ഓരോ മേഖലയിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ശ്രദ്ധിക്കേണ്ട നിരവധി ഗ്രഹസ്ഥാനങ്ങളാണ് കാണുന്നത്. ശുക്രനും ബുധനും ഗുരുവും ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നത് പല കാര്യങ്ങളിലും സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതേസമയം ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ കാലതാമസം, മാനസിക സമ്മർദ്ദം, ഉത്തരവാദിത്തങ്ങൾ എന്നിവ അനുഭവപ്പെടാം. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 8-ാം ഭാവത്തിലെ ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടാക്കുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നാലും അവയിൽ നിന്ന് വഴിയുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. സൂര്യനോടൊപ്പം കേതുവിൻ്റെ സ്വാധീനം വരുന്നതിനാൽ ചില സമയങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാത്ത അവസ്ഥ ഉണ്ടാകാം. ഞാനെടുത്ത തീരുമാനം ശരിയാണോ എന്നൊരു സംശയം ചില ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകാം. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. വീട്ടിലും അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് പെട്ടെന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം ഒന്നുകൂടി ആലോചിച്ച് മുന്നോട്ട് പോകുക. സാമ്പത്തികമായി സെപ്റ്റംബർ മാസം പൂർണ്ണമായും മോശമല്ല. വരുമാനം ലഭിക്കുന്ന വഴികൾ തുടരും. പക്ഷേ ആദ്യ പകുതിയിലെ ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. വലിയ നിക്ഷേപങ്ങളോ വലിയ സാമ്പത്തിക തീരുമാനങ്ങളോ എടുക്കുന്നവർ രേഖകളും വ്യവസ്ഥകളും നന്നായി പരിശോധിക്കുക. സെപ്റ്റംബർ 17-ന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ കിട്ടാതെ പോയ പണം ലഭിക്കുക, കുടിശ്ശിക തീർക്കാൻ കഴിയുക, സാമ്പത്തികമായി ഒരു ആശ്വാസം ലഭിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാകാം. ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല കരിയറാണ്. ആദ്യ പകുതിയിൽ ജോലി സംബന്ധമായ സമ്മർദ്ദം തോന്നാം. ചിലർക്ക് അധിക ഉത്തരവാദിത്തം ലഭിക്കാം. ചിലർക്ക് ജോലി മാറണമെന്ന ചിന്ത വരാം. പക്ഷേ സെപ്റ്റംബർ 17-ന് ശേഷം സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട മീറ്റിംഗ്, ഇൻ്റർവ്യൂ, പുതിയ അവസരം, പ്രമോഷൻ സംബന്ധമായ ചർച്ച ഇവയ്ക്കൊക്കെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുന്ന സമയമാകും. നിങ്ങൾ കുറച്ചുകാലമായി കാത്തിരിക്കുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 2-ാം പകുതിയെ ശ്രദ്ധിക്കുക. ഇനി ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലേക്ക് വരാം. സെപ്റ്റംബർ 17-ന് ബുധനും ആദിത്യനും ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ബുദ്ധിശക്തി, ആശയവിനിമയം, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവ ശക്തമാക്കുന്ന ഒരു അനുകൂല സ്വാധീനമായി കാണാം. ചിങ്ങം രാശിക്കാർക്ക് പ്രത്യേകിച്ച് സംസാരത്തിലൂടെയും ബുദ്ധിയിലൂടെയും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയമാകാം. അതുകൊണ്ട് സെപ്റ്റംബർ 17-ന് ശേഷം എന്ത് ചെയ്യണം എന്ന ആശയക്കുഴപ്പത്തിൽ നിന്നും എങ്ങനെ ചെയ്യണം എന്ന വ്യക്തതയിലേക്ക് മാറുന്ന സമയമായി കാണാം. ബിസിനസ്സുകാർക്ക് ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ സ്ലോ ആയി തോന്നാം. പക്ഷേ അതിൻ്റെ പേരിൽ പെട്ടെന്ന് നിരാശപ്പെടേണ്ട. സെപ്റ്റംബർ 2-ാം പകുതിയിൽ കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, പുതിയ കോൺടാക്ട്സ് എന്നിവയിലൂടെ അവസരങ്ങൾ വർദ്ധിക്കാം. പുതിയ ആളുകളുമായി പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകാം. എന്നാൽ പാർട്ട്ണർഷിപ്പ് തീരുമാനിക്കുമ്പോൾ വിശ്വാസം മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകരുത്. കരാറുകളും സാമ്പത്തിക വ്യവസ്ഥകളും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനിക്കുക. ഇനി റിലേഷൻഷിപ്പ് കാര്യങ്ങൾ നോക്കിയാൽ ചിങ്ങം രാശിക്ക് രാഹു 7-ാം ഭാവത്തിൽ വരുന്നതിനാൽ ബന്ധങ്ങളിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം. ചെറിയ കാര്യങ്ങളിൽ വലിയ ആർഗ്യുമെന്റ് ആക്കാതിരിക്കുക. എന്നാൽ ഗുരുവിൻ്റെ സ്വാധീനം ബന്ധങ്ങളിൽ ഒരു സംരക്ഷണവും കാര്യങ്ങൾ ശരിയാക്കാനുള്ള അവസരവും നൽകുന്നു. സെപ്റ്റംബർ 17-ന് ശേഷം സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബതലത്തിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകുക. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കൂടാം. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നതുപോലെ തോന്നാം.
പക്ഷേ ഈ മാസം ഒരു കാര്യം ഓർക്കുക, താൽക്കാലിക സമ്മർദ്ദം സ്ഥിരമായ പ്രശ്നമല്ല. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കുടുംബാന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടാം. 8ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കാരണം ശരീരത്തേക്കാൾ മനസ്സിലെ സമ്മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നവർ ഉണ്ടാകാം. ഉറക്കക്കുറവ്, അമിതമായ ചിന്ത, ജോലി സംബന്ധമായ ടെൻഷൻ എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാര്യങ്ങളെല്ലാം ഒരേ സമയം പരിഹരിക്കാൻ ശ്രമിക്കാതെ ഓരോന്നായി ചെയ്യുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആവശ്യമായപ്പോൾ വിദഗ്ധരുടെ നിർദ്ദേശം തേടുക. ചിങ്ങം രാശിക്കാർക്ക് ഈ മാസം ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: വൈകിയേക്കാം, പക്ഷേ കാര്യങ്ങൾ മുന്നോട്ടു പോകും. ആദ്യ പകുതിയിൽ തടസ്സം തോന്നിയ ഒരു കാര്യം രണ്ടാം പകുതിയിൽ വീണ്ടും ചലിക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മറുപടി ലഭിക്കാം. ഒരു പുതിയ അവസരം മുന്നിലെത്താം. നേരത്തെ പൂർത്തിയാകാതെ പോയ ഒരു കാര്യത്തിന് വീണ്ടും തുടക്കം കുറിക്കാൻ കഴിയും. പ്രത്യേകിച്ച് സെപ്റ്റംബർ 17 ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തുക. ഈ മാസം ചിങ്ങം രാശിക്കാർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാവുന്ന മേഖലകൾ: കരിയർ, കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, പുതിയ അവസരങ്ങൾ. ഈ മേഖലകളിൽ സെപ്റ്റംബർ രണ്ടാം പകുതിയിൽ കൂടുതൽ ചലനം കാണാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതേസമയം 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കോപിച്ച് സംസാരിക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കരുത്. സെപ്റ്റംബർ ആദ്യ പകുതിയിലെ ചെറിയ തടസ്സങ്ങൾ കണ്ട് വലിയ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കരുത്. കാരണം സെപ്റ്റംബർ 17 ശേഷം ഗ്രഹനിലയിൽ വരുന്ന മാറ്റങ്ങൾ സാഹചര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കാൻ സഹായിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ ചിലപ്പോൾ വൈകിയേക്കാം. പക്ഷേ ഗുരുദൃഷ്ടിയുടെ സംരക്ഷണവും ശുക്രൻ, ബുധൻ, ഗുരു എന്നിവയുടെ അനുകൂല സ്വാധീനവും ചേരുമ്പോൾ സെപ്റ്റംബർ രണ്ടാം പകുതി കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സമയമായി മാറുന്നു. പ്രത്യേകിച്ച് സെപ്റ്റംബർ 17 ശേഷം ബുധാദിത്യ യോഗത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി സാമ്പത്തിക തീരുമാനങ്ങൾ എന്നിവയിൽ കൂടുതൽ മുന്നേറ്റം നേടാൻ ശ്രമിക്കുക. നിങ്ങളുടെ മികച്ച സമയം മാസത്തിന്റെ രണ്ടാം പകുതിയായിരിക്കും. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.